ഇവിടെ എക്സിബിറ്റ് 8 എന്ന് പറഞ്ഞിട്ട് അവർ ഹാജരാക്കിയിരിക്കുന്ന CMRLന്റെ അല്ലെ ROCയുടെ അല്ലെങ്കിൽ SFIയുടെ ഈ എൻക്വയറി ഓർഡർ ഉണ്ട്. ആ ഓർഡറുമായി ബന്ധപ്പെട്ട് അവർ നൽകിയിരിക്കുന്ന മറുപടിയും അവരവിടെ കൊടുത്തിട്ടുണ്ട്. ആ മറുപടി കൊടുത്തിരിക്കുന്നതിൽ നിങ്ങൾക്ക് ഇതുമായിട്ടുള്ള ബന്ധത്തിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് അതിൽ ഒരു ഭാഗത്തും അവർ ഈ രീതിയിൽ ഒരു വിശദീകരണം CMRLനോട് ചോദിച്ചിരിക്കുന്നതിനെ പറ്റി അവരൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. ഒരു കാര്യം പോലും അവർ പറഞ്ഞിട്ടില്ല. പകരം അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ഞങ്ങൾക്ക് CMRL എന്ന് പറയുന്ന കമ്പനിയിലേക്ക് ഒരു ലിമിറ്റഡ് റിലേഷൻഷിപ്പ് മാത്രമാണ്. ഈ രണ്ട് കമ്പനികൾ തമ്മിൽ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മാത്രമാണുള്ളത്. അതിൽ ഒന്ന് ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡറിൻ്റെതും മറ്റേതൊരു ഇഷ്യൂവർ കമ്പനി എന്ന നിലയ്ക്കുള്ള ബന്ധമാണ്. തന്നെയുമല്ല, ഞങ്ങൾക്ക് പരിമിതമായിട്ടുള്ള അധികാരങ്ങൾ മാത്രമേ ഉള്ളൂ. ലിമിറ്റഡ് റൈറ്റ്സ് ആണ് KSIDCക്ക് CMRLിലുള്ളത്. കാരണം അതൊരു ഇക്വിറ്റി ഷെയർ ഹോൾഡറിന്റെ റൈറ്റ്സ് മാത്രമേ ഉള്ളൂ കമ്പനി ആക്ട് അനുസരിച്ച്. അതുകൂടാതെ തന്നെ ഇവർ അവസാനം പറയുന്നതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. അവരുടെ ഡേ ടു ഡേ ബിസിനസ് ഓപ്പറേഷൻസിലോ മാനേജ്മെന്റിലോ അവരുടെ കമ്പനിയുടെ കൺട്രോളിലോ ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള അവകാശ അധികാരങ്ങളും ഇല്ല. പക്ഷെ എന്നിട്ടും ഞാൻ പറഞ്ഞതുപോലെ എന്തോ അധികാരമുള്ളത് കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഒക്ടോബറിൽ പറഞ്ഞിരിക്കുന്ന മറുപടിയിൽ അവർ ഈ വിവരങ്ങൾ CMRLനോട് ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. ഇതിൽ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം, ഈ കമ്പനീസ് ആക്ട് അനുസരിച്ചിട്ട് ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റൈറ്റ്സ് ആണ് എന്നിവർ പറയുമ്പോൾ കമ്പനി ആക്ടിലെ തന്നെ ചാപ്റ്റർ 9 അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്നതിൽ സെക്ഷൻ 128(3) പറയുന്ന ഒരു ലൈൻ ഇങ്ങനെയാണ്: The books of account or other books and papers maintained by the company within India shall be opened for inspection at the registered office of the company or at such other place in India by any director during business hours. അതായത് ഇന്ത്യയിലുള്ള ഒരു സ്ഥാപനമാണ് എങ്കിൽ ആ സ്ഥാപനത്തിന്റെ ബുക്സ്, രേഖകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അതിലുള്ള ഒരു ഡയറക്ടർക്ക് ഏത് സമയത്തും അവരുടെ പ്രവൃത്തി ദിവസം ഏത് സമയത്തും ഇതിനെപ്പറ്റി ചോദിക്കാം എന്നാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ ചോദ്യം അവരോട് ചോദിക്കുന്നു, അവരുടെ ഭാഗത്തു നിന്ന് മറുപടി കിട്ടിയിട്ടില്ല, എന്ത് നടപടി എടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർക്കൊരു സ്ഥിരം ഡയറക്ടർ അവിടെ ഉണ്ടെങ്കിൽ KSIDCക്ക് എന്തുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ട് അവർക്ക് അതിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാനായിട്ട് സാധിച്ചില്ല എന്നൊരു ചോദ്യത്തിനെ പറ്റി അവർ മിണ്ടിയിട്ടില്ല. അതൊരുപക്ഷെ മിണ്ടേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഈ ഭാഗം അവർ കോടതിയിൽ പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളത് അതീവ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇവിടെ നമ്മൾ കാണേണ്ടതായിട്ടുള്ള കാര്യം, മുഖ്യമന്ത്രി ഈ പറയുന്ന കമ്പനി എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്ന കാര്യത്തിലാണെങ്കിലും ഈ രണ്ട് കമ്പനികൾ തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന എഗ്രിമെന്റ് സുതാര്യവും നിയമപരവുമാണ് എന്നൊക്കെ പറയുകയും തന്റെ കൈകൾ ശുദ്ധമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നതെല്ലാം തന്നെ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആവേശമുള്ള അണികളെ തൃപ്തിപ്പെടുത്താനായിട്ട് ഒരുപക്ഷെ ഉപകരിച്ചേക്കാം. പക്ഷേ നമ്മുടെ മുന്നിൽ സംസാരിക്കേണ്ടത് വസ്തുതകളാണ്. ആ വസ്തുതകൾ മുഖ്യമന്ത്രിക്കോ അദ്ദേഹത്തിന്റെ മകൾക്കോ KSIDCക്കോ CMRLനോ ഒന്നും തന്നെ അനുകൂലമല്ല എന്നുള്ളതാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന വസ്തുത.